മഹത്വം ഉണ്ടാകട്ടെ. പാനത്ത് ഫോർ ദ ലിവിംഗ് ഗേഡ് എന്ന യൂട്യൂബ് ചാനലും ലവ് ഈച്ച് അതർ എന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പും ചേർന്ന് കർത്താവിന്റെ നാമമഹത്വത്തിനായി ചെയ്യുന്ന ഈ ശുശ്രൂഷയിലേക്ക് കടന്നു വന്ന എല്ലാ ദൈവമക്കൾക്കും സന്ധ്യാവന്ദനം അറിയിച്ചുകൊള്ളുന്നു. ഈ 144ാമത്തെ പ്രയർ സൂം മീറ്റിംഗില് കർത്താവിനെ മഹത്വപ്പെടുത്തുവാനായിട്ട് നമുക്ക് ഒരു സാവകാശം കർത്താവ് ഒരുക്കി തന്നല്ലോ. അതിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ മീറ്റിംഗിലേക്ക് ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും, ജോയിൻ ചെയ്യാനിരിക്കുന്ന പ്രിയപ്പെട്ടവരെയും കർത്തൃനാമത്തില് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്നത്തെ ശുശ്രൂഷയുടെ ഓർഡർ ഒന്ന് വായിക്കുവാനായിട്ട് ക്രിസ്തുയേശുവിൽ ആഗ്രഹിക്കുന്നു. പ്രൈസ് ആൻഡ് പ്രയർ ചെയ്യുന്നത് സിസ്റ്റർ സരസ്വതി MS കൊടുങ്ങല്ലൂർ. 2 പാട്ടുകൾ പാടുവാൻ ദൈവം ആക്കി വെച്ചിരിക്കുന്ന പ്രിയ മകള് സിസ്റ്റർ ജസ്റ്റീന ഗ്രേസ് തോമസ് എറണാകുളത്ത് നിന്ന് ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ മെസ്സേജ് വചനം സംസാരിക്കാനായിട്ട് നമ്മുടെ മധ്യേ സിസ്റ്റർ LC ബേബി അറ്റ്ലാന്റയിൽ നിന്നും ജോയിൻ ചെയ്തിട്ടുണ്ട്. ക്ലോസിംഗ് പ്രയർ ചെയ്യുവാനായിട്ട് സിസ്റ്റർ ഷീബ ജോണി അയർലൻഡിൽ നിന്നും ഇന്ന് ജോയിൻ ചെയ്തിട്ടുണ്ട്. കർത്താവിന്റെ പൊന്നുനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. ഒരു സങ്കീർത്തന ഭാഗം വായിക്കുവാനായിട്ട് കർത്താവിൽ ആശ്രയിക്കുന്നു. 133-ാം സങ്കീർത്തനം. ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവും ആകുന്നു. നമുക്ക് ഇങ്ങനെ തന്നെ പറയാം അല്ലെ, ഇതാ സഹോദരിമാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവുമാകുന്നു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലായിരിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും ഇപ്പൊ എൽസി ആന്റി പറഞ്ഞ പോലെ അവിടെ ഏണിംഗ് മോർണിംഗ് ആണ്. നമുക്കിവിടെ സന്ധ്യ ആകാനായിട്ട് പോകുന്നു. പലർക്കും പല ടൈമിങ്ങിലാണ്. അമ്മാമയാണെങ്കിൽ ദുബായിലെ, ശിവാന്റെ അയർലൻഡില്, നമ്മളൊക്കെ ഇന്ത്യയിലും കേരളത്തിലും അങ്ങനെ പല ഭാഗങ്ങളായിട്ട് ഇരുന്നുകൊണ്ട് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ, കർത്താവിന്റെ പൊന്നുനാമം നമ്മളിലൂടെ മാത്രം മഹത്വപ്പെടണം. അതാണ് നമ്മുടെ ആഗ്രഹവും പ്രാർത്ഥനയും. അങ്ങനെ കൂടി വരുവാനായിട്ട് കർത്താവ് സഹായിച്ചതിന് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നമുക്ക് പ്രൈസ് ആൻഡ് ഓപ്പണിംഗ് പ്രയർ ചെയ്യുവാനായിട്ട് സിസ്റ്റർ സരസ്വതി മോളെ ക്ഷണിച്ചുകൊള്ളുന്നു. പ്രാർത്ഥിക്കാം. സ്തോത്രം സ്തോത്രം സ്വർഗീയ പിതാവാന്റെ അമ്മേ, ഈ അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സമയത്തിനായിട്ട് അങ്ങ് സ്തുതിക്കുന്നു കർത്താവെ, സ്തോത്രം ചെയ്യുന്നു. ലോകത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നു കൊണ്ട് കർത്താവെ, പല സമയങ്ങളിൽ കർത്താവെ ഞങ്ങളായിരിക്കുന്നു. എന്നാൽ ദൈവസന്നിധിയിലേക്ക് കടന്നു വരാൻ തക്കവണ്ണം ഇങ്ങനെ ഒരു അവസരം ദൈവം നൽകി തന്ന കൃപയ്ക്കായിട്ട് നന്ദി പറയുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ദൈവമേ, പാനത്ത് ഫോർ ദ ലിവിംഗ് ഗേഡും ലവ് ഈച്ച് അതർ ഗ്രൂപ്പും ഒരുമിച്ച് നടത്തുന്ന കർത്താവെ, ഈ പ്രയർ സൂം മീറ്റിംഗിലേക്ക് കടന്നു വരുവാൻ ദൈവം ഞങ്ങളെ സഹായിച്ച കൃപയ്ക്കായിട്ട് നന്ദി പറയുന്നു. ദൈവമേ, ദൈവസന്നിധിയിലേക്ക് കടന്നു വരുവാൻ തക്കവണ്ണമുള്ള ആ വലിയ ഭാഗ്യ പദവി ഞങ്ങൾക്ക് നൽകിയതിനായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എന്റെ ദൈവം പരിശുദ്ധനായ ദൈവമാണ്, നിത്യപിതാവാണ്, സമാധാന പ്രഭുവാണ്, അത്ഭുത മന്ത്രിയാണ് കർത്താവെ. ഈ ദൈവം ഞങ്ങളുടെ ദൈവം എന്ന് പറയാൻ തക്കവണ്ണമുള്ള വലിയ അവകാശം ദൈവം ഞങ്ങൾക്ക് നൽകി തന്ന കൃപയ്ക്കായിട്ട് നന്ദി പറയുന്നു കർത്താവെ. ഞങ്ങൾ ഇന്നത്തെ ശുശ്രൂഷയെ അങ്ങയുടെ കരങ്ങൾ തരുന്നു. ആദിയോടന്തം ദൈവത്തിന്റെ കൃപ കൂടെ ഇരിക്കണേ. ഓരോ ശുശ്രൂഷകൾ ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം ബലപ്പെടുത്തണമേ. പ്രത്യാദയും നൽകിയാന്റെ അങ്ങയുടെ കരങ്ങൾ തരുന്നു. ആവശ്യമായ ദൈവിക കൃപ ദൈവം ധാരാളമായിട്ട് കൊടുക്കണമേ എന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുക, അപേക്ഷിക്കുകയും ചെയ്യുന്നു കർത്താവെ. അതുപോലെ പാട്ട് പാടുന്ന പ്രിയമകള് ജസ്റ്റീനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവത്തെ പാടിപ്പാൻ ആവശ്യമായ കൃപയും ശക്തിയും ബലവും ഒക്കെ ദൈവമേ അവിടുന്ന് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അതുപോലെ ഇന്ന് സംസാരത്തിന് അങ്ങനെ കരങ്ങൾ തരുന്നു. ദൈവത്തിന്റെ കൃപ ധാരാളമായിട്ട് കൊടുക്കണേ. ഞങ്ങൾക്ക് ആവശ്യമുള്ളത് ദൈവം അവിടുന്ന് നൽകണമേ. അപ്പച്ച ദൈവമേ, ആദ്യ ബലപ്പെടുത്തി അനുഗ്രഹിക്കുകയും ചെയ്യണമേ എന്നോർത്ത് പ്രാർത്ഥിക്കുന്നു. അതുപോലെ ക്ലോസിംഗ് പ്രയർ ചെയ്യുന്ന ഷീബാന്റി അങ്ങനെ കരങ്ങൾ തരുന്നു. ആവശ്യമായ കൃപ കൊടുക്കണേ അപ്പ, സഹായിക്കണമേ, അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കൂടി വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും സഹായിക്കണേ ദൈവമേ. ഞങ്ങൾക്ക് വിവിധ വിഷയങ്ങൾ ഓർത്ത് പ്രാർത്ഥിപ്പാനുള്ള കൃപ നൽകണേ അപ്പച്ച, സഹായിക്കണേ. ഇനി ആരെങ്കിലും കടന്നു വരാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവർ തക്ക സമയത്ത് കടന്നു വരാൻ ദൈവം കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവത്തിന്റെ സാന്നിധ്യത്തിന്റെ മറവിലായിരിക്കാൻ കൊണ്ട് സഹായിക്കണമേ. ദൈവം ചെയ്ത എല്ലാ നല്ല ഉപകാരങ്ങൾക്കായിട്ട് നന്ദി പറയുന്നു. പ്രാർത്ഥനയേറ്റ കൃപയ്ക്കായിട്ട് നന്ദി പറയുന്നു കർത്താവെ. സാധനവും ഞങ്ങൾക്ക് ക്രിസ്തുവിന്റെ തന്നെ മായ നാമത്തിൽ അപേക്ഷിക്കുമ്പോൾ ദൈവം കേൾക്കണം സ്വർഗീയ പിതാവേ. ആമേൻ. താങ്ക് യു സരസ്വതി മോളെ. അടുത്തായിട്ട് നമുക്ക് 2 പാട്ട് കേൾക്കാനുള്ള സമയമാണ്. നമ്മുടെ വചനത്തിൽ ഇങ്ങനെ വായിക്കുന്നു: സകല ഭൂവാസികളുമായുള്ളവരെ യഹോവയ്ക്ക് ആർപ്പിടുവിൻ, സന്തോഷത്തോടെ യഹോവയെ സേവിപ്പിൻ, സംഗീതത്തോടെ അവന്റെ സന്നിധിയിൽ വരുവിൻ. സങ്കീർത്തനങ്ങൾ 100.
നമ്മുടെ ഏത് മീറ്റിങ്ങിന്റെ നമ്മൾ ദൈവത്തെ പാടി സ്തുതിച്ച് മഹത്വപ്പെടുത്താറുണ്ടല്ലോ. അതിന് ഇന്ന് നമ്മുടെ ഇടയിൽ ഒരു ചെറിയ മോളെ കർത്താവ് അയച്ചിട്ടുണ്ട്. ജസ്റ്റീന ഗ്രേസ് തോമസ്. പ്രിയ മകളെ പാട്ട് പാടുവാനായിട്ട് ക്ഷണിച്ചുകൊള്ളുന്നു. ഞാനിന്നു കുമ്പിടുന്നു, നിൻ തിരുസന്നിധിയിൽ ഞാനിന്നു കുമ്പിടുന്നു. എൻ ക്രിയയാലല്ല നിൻ ദയയാൽ മാത്രം ഞാനിന്നു കുമ്പിടുന്നു. എൻ ക്രിയയാലല്ല നിൻ ദയയാൽ മാത്രം ഞാനിന്നു കുമ്പിടുന്നു. യേശു രാജാവിനു സ്തുതി, രാജാവിനു സ്തോത്രം, ഉന്നതങ്ങളിൽ സ്തുതി. സൃഷ്ടികൾ വാഴ്ത്തട്ടെ, ശുദ്ധർ വണങ്ങട്ടെ, ഉന്നതനാം യേശുവേ. യേശു രാജാവിനു സ്തുതി, രാജാവിനു സ്തോത്രം, ഉന്നതങ്ങളിൽ സ്തുതി. സൃഷ്ടികൾ വാഴ്ത്തട്ടെ, ശുദ്ധർ വണങ്ങട്ടെ, ഉന്നതനാം യേശുവേ. വൻ പാപഭാരമെല്ലാം നിൻ കൃപയാൽ നീക്കിയല്ലോ. വൻ പാപഭാരമെല്ലാം നിൻ കൃപയാൽ നീക്കിയല്ലോ. നിന്ദിതനാമെന്റെ ശാപങ്ങൾ നീ നീക്കി നിൻ മകളാക്കിയല്ലോ. നിന്ദിതനാമെന്റെ ശാപങ്ങൾ നീ നീക്കി നിൻ മകളാക്കിയല്ലോ. യേശു രാജാവിനു സ്തുതി, രാജാവിനു സ്തോത്രം, ഉന്നതങ്ങളിൽ സ്തുതി. സൃഷ്ടികൾ വാഴ്ത്തട്ടെ, ശുദ്ധർ വണങ്ങട്ടെ, ഉന്നതനാം യേശുവേ. യേശു രാജാവിനു സ്തുതി, രാജാവിനു സ്തോത്രം, ഉന്നതങ്ങളിൽ സ്തുതി. സൃഷ്ടികൾ വാഴ്ത്തട്ടെ, ശുദ്ധർ വണങ്ങട്ടെ, ഉന്നതനാം യേശുവേ. നമുക്ക് ഒരു ഗാനം കൂടി പാടാം. പ്രാണൻ പോവോളം ജീവൻ തന്നോനെ, ഭൂവിലാരിലും കാണാത്ത സ്നേഹമേ, ആ മാറിൽ ഞാൻ ചാരിടുന്നപ്പാ, അങ്ങേ പിരിയില്ല എന്നേശുവേ. ഞാൻ ആരാധിക്കും എൻ കർത്താവിനെ, മറ്റാരെക്കാളും വിശ്വസ്തനായോനെ. ആ സ്നേഹം ക്രൂശിൽ ഞാൻ കണ്ടതാൽ അങ്ങേ പോലെ വേറാരും ഇല്ലയേ. പ്രാണൻ പോവോളം ജീവൻ തന്നോനെ, ഭൂവിലാരിലും കാണാത്ത സ്നേഹമേ, ആ മാർവിൽ ഞാൻ ചാരിടുന്നപ്പാ, അങ്ങേ പിരിയില്ല എന്നേശുവേ. ദൈവത്തിന് സ്തോത്രം.
അനുഗ്രഹിക്കപ്പെട്ട 2 ആരാധനാഗീതം പാടി ദൈവത്തെ മഹത്വപ്പെടുത്താൻ പ്രിയ മകളെ കർത്താവ് സഹായിച്ചു. അതിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പ്രിയ കുഞ്ഞിനെ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇനിയും അനേക പാട്ടുകൾ ദൈവനാമ മഹത്വത്തിന് വേണ്ടി ദൈവത്തെ പാടി സ്തുതിപ്പാൻ തക്കവണ്ണം കർത്താവ് കരങ്ങളിലെടുത്ത് ഉപയോഗിക്കട്ടെ എന്നോർത്ത് പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇനി നമുക്ക് നമ്മളുടെ വചന ശുശ്രൂഷയിലേക്ക് കിടക്കാം. എൽസി ആന്റിയെ കുറിച്ച് ഒന്നും പറയണ്ട, അല്ലെ? ഷീബ ആന്റി തന്നെ ഇപ്പൊ പറയുകയുണ്ടായി. ഏത് സമയത്തും ഏത് നേരത്തും കർത്താവിന്റെ വചനം ദൈവമക്കളോട് പറയുവാനായിട്ട് സന്തോഷത്തോടെ കടന്നു വരുവാനായിട്ട് ദൈവം ആക്കി വെച്ചിരിക്കുന്ന കർത്താവിന്റെ ദാസിയെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്ന് നമുക്ക് 25 മിനിറ്റ് അല്ലെ കർത്താവിന്റെ വചനത്തിന്റെ മുമ്പിലായിരിക്കാം. മുമ്പേ പറഞ്ഞപ്പോൾ പ്രാർത്ഥനയുടെ കാര്യം ഞാൻ പറയുവാനായിട്ട് വിട്ടുപോയി. മെസ്സേജ് കഴിഞ്ഞ് നമുക്ക് ബ്രേക്കൗട്ട് റൂമിൽ പോയി അനേക വിഷയങ്ങൾ ദൈവസന്നിധി സമർപ്പിച്ച് പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട്. അതിനായിട്ടും ദൈവം നമ്മളെ ഒരുക്കട്ടെ. അതിനു മുമ്പായിട്ട് നമുക്ക് പ്രാർത്ഥനയുള്ള ബന്ധത്തിൽ കർത്താവിന്റെ ദാസിൽ നിന്നും വചനം കേൾക്കുവാൻ തക്കവണ്ണം കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ആന്റിയെ പ്രത്യേകം വളരെ ആദരപൂർവ്വം സ്നേഹപൂർവ്വം ക്ഷണിച്ചു. ദൈവനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. എനിക്ക് 20 മിനിറ്റാ തന്നത്, പക്ഷെ ലിസി എനിക്ക് 25 മിനിറ്റ് തന്നിട്ടുണ്ട്. ഞാനത് 25 മിനിറ്റ് എടുക്കും കേട്ടോ. സ്തോത്രം. അവസരോചിതമായി നല്ല 2 പാട്ട് പാടി ആ കുഞ്ഞിന് നന്ദി. ദൈവം അത് നല്ലൊരു നമ്മ ഓരോ പ്രാവശ്യം കൂടി വരുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ സഹകരണം അല്ലെങ്കിൽ ലീഡിങ് ഉണ്ടെന്നുള്ളതിന് ഒരു തെളിവാണ്. ഞാൻ എപ്പോഴും അത് ഓർക്കാറുണ്ട്. അവസരോചിതമായ 2 പാട്ട്, വളരെ അനുഗ്രഹിക്കപ്പെട്ട പാട്ട്, പ്രാർത്ഥന, സ്തോത്രം ഒക്കെ അതിനകത്തുണ്ട്. സ്തോത്രം. എനിക്ക് ലഭിച്ച സമയത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് അല്പസമയം ധ്യാനത്തിനായിട്ട് പ്രാർത്ഥനയെക്കുറിച്ചാണല്ലോ. ഇത് 144-ാമത്തെ പ്രെയർ മീറ്റിംഗ് ആണ്. അപ്പൊ 143 പ്രെയർ പ്രാർത്ഥന ശബ്ദം അല്ലെങ്കിൽ വിഷയങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. തിരുവചനത്തിൽ ആകെ 650 പ്രാർത്ഥനകളുണ്ടെന്നാണ് പറയപ്പെട്ടിരിക്കുന്നത്. ഞാൻ എണ്ണിയതല്ല, ആരോ എണ്ണി തിട്ടപ്പെടുത്തിയതാണ്. അപ്പൊ അത് നോക്കുമ്പോൾ 143 ആയിട്ടുള്ളൂ. ഇത് 144ആണ്. നമ്മൾ പഠിച്ചിട്ടുള്ള പ്രാർത്ഥനകളാണ് പലതും. ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് ലഭിച്ചത് ഹന്നായുടെ പ്രാർത്ഥന ഒന്നുകൂടെ ഒന്ന് പഠിക്കാമെന്നാണ് ഞാൻ ഓർത്തത്. കാരണം ഹന്നായുടെ പ്രാർത്ഥനയെ കുറിച്ച് നമ്മൾ പല പ്രാവശ്യം പഠിച്ചിട്ടുണ്ടെങ്കിലും ഓരോ പ്രാവശ്യം വായിക്കുമ്പോഴും പുതിയ പുതിയ ചിന്തകൾ ലഭിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ അത് തിരഞ്ഞെടുത്തത്. ഞാൻ പെട്ടെന്ന് ഓടിച്ച് ഞാൻ അങ്ങ് പോവുകയുള്ളൂ. ഹന്ന ജീവിച്ച സാഹചര്യം എന്തായിരുന്നു? നമുക്കറിയാം, ന്യായാധിപന്മാരുടെ കാലത്ത് ഇസ്രായേലിൽ രാജാവില്ലാതെ ഓരോരുത്തരും തങ്ങൾക്ക് ബോധിച്ച വിധം അന്യദേവന്മാരെ സേവിച്ച് ദൈവത്തെ കോപിപ്പിച്ച് ജീവിച്ച ഒരു കാലം. തോന്നിയ പോലെ നമുക്കറിയാം, ന്യായാധിപന്മാരുടെ പുസ്തകം പഠിക്കുമ്പോഴറിയാം. അങ്ങനെ ഒരു കാലത്ത് ജീവിച്ച സ്ത്രീ ആയിരുന്നു ഹന്ന. എന്ന ഹന്നയെ കുറിച്ച് പറഞ്ഞാൽ അവൾ കൃപ ലഭിച്ചവളായിരുന്നു. അവൾ ദൈവഭക്തിയുള്ള ഒരു സ്ത്രീ ആയിരുന്നു എന്ന് അവളുടെ ജീവിതം കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി അവളുടെ കുടുംബജീവിതം എന്തായിരുന്നു, കുടുംബാന്തരീക്ഷം എന്തായിരുന്നു അതും നമുക്കറിയാം. എൽക്കാന ഒരു ലേവി ഗോത്രത്തിലെ ഒരു പുരുഷനാണ്. സാധാരണ പുരുഷന്മാരെക്കാൾ ലേവി ഗോത്രത്തിൽ എൽക്കാന ഒരു നല്ല മനുഷ്യനായിരുന്നു എന്ന് വേണം നമുക്ക് ചിന്തിക്കുവാൻ. കാരണം 2 ഭാര്യമാരുണ്ടായിരുന്നു. ആദ്യത്തെ ഭാര്യയാണ് ഹന്ന. ഹന്ന മച്ചി ആയതുകൊണ്ടായിരിക്കാം രണ്ടാമതൊരു കല്യാണം കഴിച്ചത്. എന്നാൽ സാധാരണ മച്ചിയായ ഭാര്യ ഉപേക്ഷിച്ചിട്ടാണ് രണ്ടാമത് കല്യാണം കഴിക്കുക പതിവ്. എന്നാൽ ഈ മനുഷ്യൻ നല്ലൊരു മനുഷ്യനായതുകൊണ്ടും ഹന്നായുടെ സ്വഭാവം കൊണ്ടും ആയിരിക്കാം അവളെ കളയാതെ വേറൊരു സ്ത്രീയെ വിവാഹം കഴിച്ചത്. പക്ഷേ അതുകൊണ്ട് ആ കുടുംബാന്തരീക്ഷം എന്തായിത്തീർന്നു? വളരെ ശോഭിതമായിട്ട്, വളരെ ശോചനീയമായിട്ട് ഒരു ദുഃഖഭവനമായിരുന്നു. കാരണം പെനിന്നായിക്ക് മക്കളുണ്ടായപ്പോൾ അവൾ അഹങ്കരിച്ചു. ഇവള് മക്കളില്ലാത്തൊരു മച്ചി അവിടെ വീട്ടില് താമസിക്കുന്നു. അതുകൊണ്ട് അവളെ ഉപദ്രവിക്കാൻ തുടങ്ങി. നമുക്കറിയാം, ഹാഗാറിന് കുഞ്ഞുണ്ടായപ്പോൾ സാറായും ഹാഗായും തമ്മിലുണ്ടായ ബന്ധം, ആ പ്രശ്നങ്ങൾ നമുക്കറിയാമല്ലോ. അത് തന്നെയാണ് ഇവിടെയും. അവക്ക് പിന്നെ ഭയങ്കര അഹങ്കാരിയായി ഈ ഹന്നായെ എപ്പോഴും മുഷിപ്പിച്ചിരുന്നു എന്നാണ് പറയുന്നത്. അവളെ ഉപദ്രവിച്ചിരുന്നു. എന്നാൽ ഈ ഹന്ന ഏതെങ്കിലും ഒരു വാക്കെങ്കിലും പറഞ്ഞതായിട്ട് അവിടെ പറയുന്നില്ല. അവൾ വളരെ ശാന്തമായിട്ട് കരഞ്ഞ് പട്ടിണി കിടന്ന് ജീവിച്ചു. പട്ടിണി കിടക്കുമ്പോഴും അവൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അവൾക്ക് വചനം നന്നായിട്ട് അറിയാമായിരുന്നു. പിൽക്കാലത്ത് നമുക്കറിയാം. അങ്ങനെ ഈ ഹെൽക്കാന
എന്നാൽ ഇതല്ല, രണ്ട് ഭാര്യമാരുടെയും ഇടയിൽ നല്ലൊരു മനുഷ്യനായിട്ട് ഹന്നായെ കൂടുതൽ സ്നേഹിച്ചു. ആ ഹന്നായെ കൂടുതൽ സ്നേഹിച്ചത് കൊണ്ട് പെനിന്നാക്കി അസൂയ കൂടി എന്നുള്ളത് നമുക്ക് പിന്നെ കാണാം. അതായത് യാക്കോബിന്റെ ജീവിതത്തിൽ അതാണ് ഉണ്ടായത്. ലേയയും റാഹേലിനെ കൂടുതൽ സ്നേഹിച്ചു. ലേയ എന്തുമാത്രം ദുഃഖം സഹിച്ചു. ഇതൊക്കെ നമുക്ക് അറിയുന്ന വിഷയങ്ങളാണ്. അതുപോലെ തന്നെ ഹന്നായുടെയും പെനിന്നായുടെയും ജീവിതത്തിൽ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഇനി സ്വസ്ഥതയില്ലാത്ത ഒരു അന്തരീക്ഷത്തിലാണ് ഈ ഹന്ന വളരുന്നത്. അവൾ മച്ചിയായിരുന്നു. എന്നാൽ അവൾക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു. ഈ സാറായിക്കും റാഹേലിനൊക്കെ മക്കളെ കൊടുത്ത, അല്ലെങ്കിൽ അവരുടെ ഉദരത്തെ തുറന്ന കർത്താവ് അവളുടെ ഉദരത്തെ ഒരിക്കൽ തുറക്കുമെന്ന് അവൾ വിശ്വസിച്ചിരുന്നു. അവിടെ പറയുന്ന ഹന്നയ്ക്ക് ധാരാളം, ഹന്ന എന്ന പേരിന്റെ അർത്ഥം തന്നെ കൃപ ലഭിച്ചവൾ എന്നാണല്ലോ. അവൾക്ക് ധാരാളം ദൈവകൃപ അതുമൂലം ലഭിച്ചു എന്നതിന് യാതൊരു സംശയമില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് അവർക്ക് ആ കുടുംബം ജീവിച്ചിരുന്ന സമയമായിരുന്നിൽ പോലും അവരെല്ലാ വർഷവും യാഗം കഴിക്കാൻ ശീലോയിൽ പോക പതിവുണ്ടായിരുന്നു. അവിടെ യാഗം കഴിക്കും. ഹന്നയ്ക്ക് ഇരട്ടി ഓഹരി കൊടുക്കും. ഹലോ, ആരോ സംസാരിക്കുന്നു, കേക്കാമയ്യേ? കേക്കാമോ? കേക്കാം. ഓക്കെ. അപ്പൊ അവിടെ ദൈവാലയത്തിൽ ചെല്ലുന്നു. അവള് യാഗം കഴിച്ച് അവിടെ പറയുന്ന ഒരു വാക്കുണ്ട്, അവർ ശീലോവിൽ തിന്നുകയും കുടിക്കുകയും ചെയ്ത ശേഷം ഹന്ന എഴുന്നേറ്റ് പോയി. ഹന്ന എങ്ങോട്ടാ പോയത്? ഹന്ന ദൈവാലയത്തിലേക്കാണ് പോയത്. ദൈവാലയത്തിൽ പോയി അവൾ എന്താണ് ചെയ്തത്? അവിടെ പ്രാർത്ഥിച്ചു. എങ്ങനെയാണ് ഹന്ന പ്രാർത്ഥിച്ചത്? വളരെ മൗനമായിട്ട്. അവിടെ മൗനം, ഒരു കോണിൽ കുത്തിയിരുന്ന് പ്രാർത്ഥിക്കുകയാണ്. ദൈവാലയത്തിലെ അന്തരീക്ഷം നമുക്കൊന്ന് നോക്കാം. യാഗങ്ങൾ അർപ്പിക്കുന്നു, ആളുകൾ അവിടെ ബഹളം വെക്കുന്നു, ഓടി നടക്കുന്നു, ഉച്ചത്തിൽ പാടുന്നു. അങ്ങനെയൊക്കെ ഉള്ളൊരു അന്തരീക്ഷത്തിൽ ഇവൾ മൗനമായിട്ടിരുന്ന് പ്രാർത്ഥിക്കുകയാണ്. അവൾ എങ്ങനെയാണ് പ്രാർത്ഥിച്ചത്? അവൾ ഹൃദയം കൊണ്ട് പ്രാർത്ഥിച്ചു എന്നാണ് അവിടെ പറയുന്നത്. ഹൃദയത്തിൽ നിന്ന് ഉയരുന്ന ഒരു പ്രാർത്ഥന, ഹൃദയം തുറന്നുള്ള ഒരു പ്രാർത്ഥന, ഹൃദയം നുറുങ്ങിയുള്ള ഒരു പ്രാർത്ഥനയാണ് ഹന്ന അവിടെ പ്രാർത്ഥിച്ചത്. ആ ശബ്ദ കോലാഹലങ്ങളൊന്നും അവൾക്ക് ഒരു വിഷയമായിരുന്നില്ല. പക്ഷെ തകർന്നു നുറുങ്ങിയ ഒരു ഹൃദയത്തിൽ നിന്ന് ഉയർന്നിയ ആ കണ്ണുനീരിൽ കുതിർത്ത ഒരു പ്രാർത്ഥന. അവൾ കണ്ണുനീർ ഒഴിച്ചുകൊണ്ട് അവൾ മൗനമായിട്ടിരുന്ന് അവളുടെ ഹൃദയം കർത്താവിന്റെ സന്നിധിയിൽ പകർന്നപ്പോൾ സ്വർഗത്തിൽ അവളുടെ പ്രാർത്ഥനയുടെ ശബ്ദം വലിയ ശബ്ദമായി തീർന്നു എന്നാണ് നമുക്ക് വിശ്വസിക്കേണ്ടത്. നാം കണ്ണുനീർ ഒഴിച്ച് പ്രാർത്ഥിക്കും. പ്രിയമുള്ളവരെ, നാം പലപ്പോഴും മൗനമായിട്ട്, ഞാൻ ചെയ്തിട്ടുണ്ട്, മുട്ടുകുത്തി കണ്ണുനീരൊഴിച്ച് ഒരു ശബ്ദം പോലും പറയാൻ വയ്യാതെ മണിക്കൂറിൽ നിന്ന സാഹചര്യം എനിക്കുണ്ടായിട്ടുണ്ട്. എന്നാൽ എൻ്റെ ഹൃദയത്തിന്റെ ആ ശബ്ദം സ്വർഗം കേട്ടു. പ്രിയമുള്ളവരെ, പ്രാർത്ഥിക്കുമ്പോൾ ഒരുപാട് നമ്മൾ നീണ്ട പ്രാർത്ഥനകൾ ചെയ്യുന്നതിൽ അർത്ഥമൊന്നും ഇല്ല. പക്ഷേ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഉയരുന്ന, തകർന്നു നുറുങ്ങിയ ഹൃദയത്തോടുകൂടെ നാം വിശ്വസിച്ച് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം സന്തോഷിക്കും. സ്വർഗത്തിൽ ആ ശബ്ദം ഉയർന്ന് കേൾക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഇനി അവളുടെ പ്രാർത്ഥന എന്തായിരുന്നു? നേർച്ചയോടുകൂടി ഒരു പ്രാർത്ഥന. നേർച്ചയോടുകൂടി അവൾ എന്താണ് പ്രാർത്ഥിച്ചത്? തനിക്ക് ലഭിക്കുന്ന പൈതലിനെ അവൾ യാഗമായി യഹോവയ്ക്ക് സമർപ്പിക്കും. അതായത് നാസീറിനെ കുറിച്ച് നമുക്ക് ലേവ്യ പുസ്തകത്തിൽ നല്ലപോലെ പറഞ്ഞിട്ടുണ്ട്. യഹോവയ്ക്ക് അർപ്പിക്കപ്പെടുകയാണ്, യാഗമായിട്ടാണ് അവൻ ആ പൈതലിനെ സമർപ്പിക്കാൻ പോകുന്നത്. അവിടെ ഒരു പുരുഷപ്രജയാണ് ചോദിച്ചത്. എന്തുകൊണ്ടാണ് അവൾ പുരുഷപ്രജയെ ചോദിച്ചത്? മക്കളില്ലാതിരിക്കുന്നത് എന്തായാലും വേണ്ടില്ല, ഈ ഒരു ആണായാലും വേണ്ടില്ല, പെണ്ണായാലും വേണ്ടില്ല എന്നൊക്കെയല്ലേ നമ്മൾ പ്രാർത്ഥിക്കുന്നത്. എന്നാൽ അവൾ പ്രാർത്ഥിച്ച ഒരു പുരുഷ പ്രജയാണ്. എന്തുകൊണ്ടായിരുന്നു? അവൾക്കൊരു ദീർഘദൃഷ്ടി ഉണ്ടായിരുന്നു. കാരണം അന്ന് ഇസ്രായേലിൽ എന്തില്ലായിരുന്നു? പ്രവചനമില്ലായിരുന്നു, വചനങ്ങളില്ലായിരുന്നു, ദൈവത്തിന്റെ പ്രവാചന്മാരാരുമില്ലായിരുന്നു. ജനങ്ങൾ വഴിതെറ്റി നടന്ന ഒരു സമയമാണ്. ആ അവസരത്തിൽ അവൾ പ്രാർത്ഥിച്ചത്, അവരെ നയിക്കാൻ ദൈവമേ ഒരു നല്ല ഒരു പ്രവാചകനെ, അല്ലെങ്കിൽ ഒരു നല്ലൊരു ലീഡറെ വേണം, ഒരു രാജാവിനെ വേണം, അല്ലെങ്കിൽ ഒരു പ്രവാചകനെ വേണം, അല്ലെങ്കിൽ നമ്മളെ നയിക്കാനായിട്ട് ഒരു പുരോഹിതനെ വേണം. അവൾ പുരോഹിത കുടുംബമാണല്ലോ. അതൊക്കെ ആയിരിക്കാം അവൾ അതുകൊണ്ടായിരിക്കാം അവൾ ഒരു ആൺ പൈതലിന് വേണ്ടി പ്രാർത്ഥിച്ച. പക്ഷെ അവൾ നേർച്ച നേർന്നു. ആ മക്കളില്ലാതെ കിട്ടുന്ന കുഞ്ഞിനെ അവൾ എന്താണ് ചെയ്തത്? ദൈവത്തിനായിട്ട് സമർപ്പിക്കുകയാണ് അവൾ പറഞ്ഞത്. അവളുടെ പ്രാർത്ഥന
അവൾ പറഞ്ഞ ഒരു നേർച്ച നേർന്ന് പിന്നെ എന്താണ് കിട്ടുന്ന അടിയനെ മറക്കാതെ ഒരു പുരുഷസന്ധയെ നൽകുക ചെയ്താൽ അടിയൻ അവന്റെ ജീവപര്യന്തം യഹോവയ്ക്ക് കൊടുക്കും. സഹോദരിമാരെ, എത്ര പേരങ്ങനെ പ്രാർത്ഥിക്കാറുണ്ട്? ഇന്ന് പ്രേരണ്ടാമ മിക്കവാറും സഹോദരിമാർ എന്താണ് പ്രാർത്ഥിക്കുന്നത്? ഒരു ആൺകുഞ്ഞിനെ വേണം, അല്ലെങ്കിൽ ആരെ പ്രാർത്ഥിച്ചാൽ പോലും ഡോക്ടർ ആകണം, എഞ്ചിനീയർ ആകണം, ലോകത്തിലെ ശ്രേഷ്ഠനാകണം എന്നുള്ള ആഗ്രഹം. എന്നാൽ ഈ ഹന്ന പ്രാർത്ഥിക്കുന്ന കേട്ടോ, ദൈവത്തിന് യാഗമായിട്ട് യാഗം അർപ്പിക്കുന്ന, അത് നാസിർ എന്ന് പറയുന്നൊരു യാഗമാണ്. പല വിധത്തിൽ അവളും നാസിർ അനുഭവിക്കുകയാണ്. നമുക്ക് മനോഹയുടെ ഭാര്യയെ കുറിച്ച് അറിയാം. ദൈവം പറയുമ്പോൾ അവൾ നാസിറായിട്ട് അങ്ങനെ എന്നാല് ആ കുഞ്ഞും അതുപോലെ നാസിർ ആകണം. അവൾക്കറിയാമോ ആ ജനിക്കാൻ പോകുന്ന കുഞ്ഞ് ഇവള് പറയുന്നൊക്കെ അനുസരിക്കുമെന്ന് ഇവൾക്ക് എന്താ ഉറപ്പുള്ളത്? അവൾക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു. ഒരു യഹോഭക്തിയുള്ള ഒരു സ്ത്രീ ആയിരുന്നു. അങ്ങനെ നേർച്ചയോടുകൂടെ അവൾ ദൈവസേനയെ പ്രാർത്ഥിച്ചു. കാരണം ആരോടാണ് പ്രാർത്ഥിച്ചത്? അവിടെ പറയുന്നുണ്ട്, സൈന്യങ്ങളുടെ യഹോവേ, സൈന്യങ്ങളുടെ യഹോവേ. ഈ സൈന്യങ്ങളുടെ യഹോവേ എന്നുള്ള ഈ പ്രയോഗം 300 പ്രാവശ്യം വേദപുസ്തകത്തിലുണ്ട്. 300 പ്രാവശ്യം സൈന്യങ്ങളുടെ യഹോവ. ഇവൾ ആദ്യമായിട്ട് പറയുന്നത് ഹന്നയാണ്. ഓർത്ത് നോക്കുക, ആ സൈന്യങ്ങളുടെ യഹോവയെ അവൾ അറിഞ്ഞിരുന്നു. ഇസ്രായേലിന്റെ ദൈവത്തെ അവൾ നന്നായിട്ട് അറിഞ്ഞിരുന്നു. അവൾ ദൈവമേ, കർത്താവേ, നമ്മളതൊക്കെയല്ലേ പ്രാർത്ഥിക്കുന്നത്. അവൾ പറഞ്ഞത് സൈന്യങ്ങളുടെ യഹോവേ. അവൾ ആദ്യമായിട്ട് ഉപയോഗിച്ച ആ പ്രാർത്ഥനയാണ്. പരമാധികാരിയായ ദൈവം, സോവറിൻ ഗോഡ്, സകല സൃഷ്ടികളുടെ ഉടയവനായ ദൈവം. അവൾക്ക് 40:26 ദൈവം നിങ്ങൾ മേലോട്ട് നോക്കുവിൻ, ഇവയെ സൃഷ്ടിച്ചവൻ ആരെന്നൊക്കെ ദൈവം ഈ ഇസ്രായേൽ മക്കളോട് പറയുന്നുണ്ട്. അവൻ സൈന്യത്തെ സംഖ്യയിൽ പുറപ്പെടുവിക്കുന്നു. സൈന്യങ്ങളുടെ യഹോവ എന്ന് പറയുമ്പോൾ അതിന് വലിയ അർത്ഥമുണ്ട്. അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി അല്ലെങ്കിൽ ജ്ഞാനം ഹന്നയ്ക്കുണ്ടായിരുന്നു. ഹന്ന പ്രാർത്ഥിക്കുന്നത് സൈന്യങ്ങളുടെ ദൈവമായ യഹോവയോടാണ്. അവൾ പ്രാർത്ഥിച്ചത് സങ്കീർത്തനം 21 അവന്റെ ഇഷ്ടം ചെയ്യുന്ന ശുശ്രൂഷക്കാരായി സകല സൈന്യങ്ങളുമായുള്ളവരെന്നൊക്കെ ഒരുപാട് വേദവാക്യങ്ങളുണ്ട്. അവൻ ഒരു മകന് വേണ്ടിയാണ് അവൾ അപേക്ഷിച്ചത്. ആയുഷ്കാലം മുഴുവൻ അവന് നാസീറായിട്ട് ദൈവത്തിന് കൊടുക്കാം. സംഖ്യാപുസ്തകം 6-ാം അധ്യായത്തിൽ അതൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. പിന്നെ അവിടെ ഹന്ന വിമർശിക്കപ്പെടുന്നു. അവൾ അവിടെ ഇരുന്ന് അത് പ്രാർത്ഥിക്കുമ്പോഴൊക്കെയും അവൾ ഹൃദയം തുറന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിച്ചപ്പോൾ എന്താണ്, ഹന്ന അവിടെ വിമർശിക്കപ്പെടുകയാണ്. ആരാണ് അവളെ വിമർശിച്ചത്? പുരോഹിതൻ, മഹാപുരോഹിതൻ പറയാണ്, ഓ, അവള് കള്ളും കുടിച്ചുകൊണ്ട് അവിടെ വന്നിരിക്കുകയാണ്. അങ്ങനെ വരുന്നവരവിടെ കാണുമായിരിക്കും. സ്ത്രീകളും പുരുഷന്മാരും മദ്യമൊക്കെ കഴിച്ചു അങ്ങനെ യാതൊരു ക്രമമില്ലാതെ ഒക്കെ ആരാധിക്കുന്ന ഒരു സ്ഥലമായിരുന്നു. അങ്ങനെ ആ കാലമായിരുന്നു. എന്നാൽ അവൾ മൗനമായിരുന്ന് ഹൃദയം പറഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ മഹാപുരോഹിതൻ അവളെ ശ്രദ്ധിച്ചപ്പോൾ അവൾ മദ്യത്തിലായിരിക്കും, ലഹരിയിലായിരിക്കും എന്ന് വിമർശിക്കപ്പെടുന്നു. എന്നാൽ അവളുടെ ഹൃദയാവസ്ഥ അറിയുന്ന ഒരു ദൈവം ഉണ്ടായിരുന്നു. പുറമേ നമ്മുടെ ഹൃദയങ്ങളെ അറിയുന്നവൻ ദൈവമാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ പ്രാർത്ഥന, നമ്മുടെ കുടിവരവുകളൊക്കെ നമ്മൾ മറ്റുള്ളവരെ കാണിക്കാം. ദൈവം അറിയുന്ന ഒരു ഹൃദയം അവൾക്കുണ്ടായിരുന്നു. അവളവിടെ പറയുന്നു, യജമാനെ, ഞാൻ മനോവ്യസനമുള്ള ഒരു സ്ത്രീയാണ് എന്ന് അവൾ പറയുന്നു. വീഞ്ഞ മദ്യമോ ഒന്നും കുടിച്ചിട്ടില്ല എന്ന് അവൾ അദ്ദേഹത്തോട് പറയുന്നു. എന്നാൽ അവിടെ എന്താണ് അവള് പറഞ്ഞ, ഞാൻ എൻ്റെ ഹൃദയം നുറുങ്ങി മനോവ്യസനത്തോടുകൂടെ അവൾ പ്രാർത്ഥിച്ചു. പിന്നെ അവളുടെ അത് കഴിഞ്ഞിട്ട് അവൾ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ ആ ഏലിയുമായി സംസാരിച്ചിട്ട് പിന്നെ ഒരു വാക്ക് അവിടെ പറയുന്നതിന് അവളുടെ മുഖം പിന്നെ വാടിയില്ല. എന്തുകൊണ്ടാണ് അവളുടെ മുഖം വാടാഞ്ഞത്? നമുക്കറിയാം, ഫിലിപ്പിലേഖനം 4:6 പറയുന്ന, നിങ്ങളുടെ സ്തോത്രത്തോടുകൂടെ നിങ്ങൾ പ്രാർത്ഥിച്ച സകല ബുദ്ധിയും കവിയുന്ന ദൈവസമാധാനം ഹൃദയത്തിൽ വാഴും. അവൾക്ക് ഹൃദയ സമാധാനം ലഭിച്ചു. ദൈവം എന്റെ പ്രാർത്ഥന കേട്ടു എന്നുള്ള ഉറപ്പ് അവൾക്കുണ്ടായിരുന്നു. ആ പ്രാർത്ഥന ദൈവം കേട്ടു എന്ന് അവൾക്ക് അതുപോലെ തന്നെ ഹന്ന പ്രാർത്ഥിച്ചത് അവൾക്ക് ലഭിച്ചു. അവൾ ചോദിച്ചതിൽ നനച്ചതിൽ അത്യുത്തമനായി തന്നെ ദൈവം അവളെ അനുഗ്രഹിച്ചു. അത് പിന്നെ അവന് കിട്ടിയ മകന്റെ ഭാവിയിൽ അവൻ എന്തായിരുന്നു? അവന് പ്രവാചകനായിരുന്നു, ന്യായാധിപനായിരുന്നു, ഒരു പുരോഹിതനായിരുന്നു. അങ്ങനെ ഒരു പൈതലിനെ ദൈവം അവൾക്ക് നൽകി. ഇതൊക്കെ നമുക്ക് അറിയാവുന്നതായതുകൊണ്ട് ഞാൻ ഓടിച്ച് പറഞ്ഞ് അങ്ങനെ പോവുകയാണ്. പിന്നീട് അവൾ അവസാനം കിട്ടിയപ്പോൾ
ഹന്ന ചെയ്ത എന്താണ്? അവളെ മുലകുടി മാറ്റി യഹോവയ്ക്ക് കൊടുക്കുമെന്ന് പറഞ്ഞതുപോലെ അവൾ ചെയ്തു. 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഹന്ന പാട്ടുപാടി. അതാണ് എനിക്ക് എന്നെ സന്തോഷിപ്പിച്ച ഏറ്റവും നല്ല ഒരു പോയിന്റ് അതാണ്. ഹന്ന പാട്ടുപാടി. നമ്മൾ ദുഃഖിച്ച് നമ്മൾ ഓരോ കാര്യങ്ങൾ ഇപ്പം ആസനത്ത് പ്രാർത്ഥിച്ചു, അവൾക്ക് നല്ലൊരു ജോലി കിട്ടി, അവൾ എല്ലാവരോടും സ്തോത്രം പറയാൻ പറഞ്ഞു. ശരിയാണ്, നമുക്ക് അത് ശരിയാണ്. പക്ഷെ ഇവിടെ ഹന്ന പാട്ടുപാടി എന്ന് പറയുമ്പോൾ അത്രയും നാൾ അവൾ എന്തുമാത്രം മനോവേദന അനുഭവിച്ച ഒരു സ്ത്രീയാണ് അല്ലേ. അവൾ പ്രതിയോഗിയുടെ അതെല്ലാം സഹിച്ചു. അവൾ മൗനമായിട്ട് കരഞ്ഞ് 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 അവൾ പ്രാർത്ഥിച്ചപ്പോൾ അവൾക്ക് ലഭിച്ചപ്പോൾ അവൾക്ക് കിട്ടിയതിൽ അവൾ പാട്ടുപാടി. പ്രിയമുള്ളവരെ, എന്താണ് അവൾ പാടിയത്? ആ 2-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുകയാണ്. അനന്തരം ഹന്ന പ്രാർത്ഥിച്ചു പറഞ്ഞെന്തെന്നാൽ, എന്റെ ഹൃദയം യഹോവയിൽ ആനന്ദിക്കുന്നു, എന്റെ കൊമ്പ് യഹോവയാൽ ഉയർന്നിരിക്കുന്നു, എന്റെ വായ് ശത്രുക്കളുടെ നേരെ വിശാലമാകുന്നു, നിന്റെ രക്ഷയിൽ ഞാൻ സന്തോഷിക്കുന്നു. നോക്കുക, എത്ര വലിയ സന്തോഷമാണ്. 40-ാം സങ്കീർത്തനത്തിൽ എന്താ പറയുന്നത്? അവനിക്ക് വായിൽ പുതിയൊരു പാട്ട് തന്നു. കൊഴിഞ്ഞ ചേറ്റിൽ കിടന്ന നമ്മെ കരയേറ്റി നമ്മുടെ പാദങ്ങൾ പാറമേൽ നിർത്തിയപ്പോൾ നമുക്ക് ലഭിച്ചത് പുതിയ പാട്ട്. നമുക്ക് ലഭിക്കുമ്പോൾ നമ്മുടെ എന്താണ് അവൾ പാടാൻ കാരണം? നമുക്ക് സങ്കീർത്തനത്തിൽ എന്താണ് പറയുന്നത്? എന്റെ വിലാപത്തെ അവൻ നൃത്തമാക്കി തീർത്തു. വിലപിച്ചു, അവൾ കരഞ്ഞു, അവൾ മൗനമായിട്ടെല്ലാം സഹിച്ചു. അവൾക്ക് ദൈവസമാധാനം ലഭിച്ചു. അവളുടെ പ്രാർത്ഥന കേട്ടപ്പോൾ അവൾ പാട്ടുപാടി. വലിയൊരു സന്തോഷം. കാരണം എന്താണ്? എന്റെ വിലാപത്തെ അവൻ നൃത്തമാക്കി തീർത്തു. അവൾ വിലപിച്ചവളാണ്, അവൾ ദുഃഖിച്ചവളാണ്, കരഞ്ഞവളാണ്, മനോമായി സഹിച്ചവളാണ്. എന്നാൽ അവസാനം ദൈവം അവൾക്ക് ലഭിച്ചത് ഓർത്തപ്പോൾ അവൾ പാട്ടുപാടി. അവൾ ആ വാക്യങ്ങൾ വായിക്കുമ്പോൾ ഞാൻ മറിയയുടെ പ്രാർത്ഥന ഓർത്തു. നമുക്കറിയാം, ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ മറിയ പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയുണ്ട്. അതും ഹന്നയുടെ പ്രാർത്ഥനയും കൂടെ നമ്മൾ താരതമ്യം പഠിക്കേണ്ടതാണ്. അതിനൊന്നും സമയമില്ലല്ലോ. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തില് മറിയ പാടുന്ന ഒരു പാട്ടുണ്ട്. അവൾ എന്താണ് പാടിയത്? അതിന്റെ 46-ാം വാക്യത്തിൽ, അപ്പോൾ മറിയ പറഞ്ഞത്, എന്റെ ഉള്ളം കർത്താവിനെ മഹിമപ്പെടുന്നു, എന്റെ ആത്മാവ് എന്റെ രക്ഷിതാവായ ദൈവത്തെ ഉല്ലസിക്കുന്നു. ഉല്ലസിച്ചാനന്ദിക്കുന്നു. അവള് ഗർഭിണിയായപ്പോൾ നമുക്കറിയാം, മറിയ ഒരു കന്യകയാണ്, സാധുവായ പെണ്ണാണ്. അവൾക്ക് വിവാഹം നിശ്ചയിച്ച ആളാണ്. അവൾ പ്രഗ്നന്റാകാൻ പോവുകയാണ്. അവളുടെ ഉദരത്തിൽ ഉണ്ടായപ്പോൾ അവൾ ഉല്ലസിച്ച് ആനന്ദിക്കുന്നു. പ്രിയമുള്ളവരെ, ഞാനിവിടെ നിർത്തേണ്ട സമയമൊക്കെ വന്നല്ലോ. നമ്മൾ അല്പമായി ചിന്തിക്കുമ്പോൾ ഈ ഹന്നായുടെ ജീവിതം നമ്മുടെ ജീവിതത്തിൽ, എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഞാൻ വളരെ കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വളരെ കണ്ണുനീർ ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ഇന്ന് നിങ്ങളുടെ മുമ്പാകെ സന്തോഷിക്കുന്നത് ദൈവം എൻ്റെ പ്രാർത്ഥന, എൻ്റെ വിലാപത്തെ നൃത്തമാക്കിയത് കൊണ്ടാണ്. ഇന്ന് എനിക്ക് ശബ്ദമില്ല. ഇന്നലെ രാത്രി എനിക്ക് ശബ്ദമില്ലായിരുന്നു. ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവേ, എനിക്ക് സംസാരിക്കണം, ശബ്ദം നീ തരണം. 3 മാസത്തിൽ അധികമായി ഞാൻ വളരെയധികം എൻ്റെ ശരീരത്തിന് സൗഖ്യമില്ല. ചുമയായിരുന്നു, തൊണ്ടയ്ക്ക് ശബ്ദമില്ലായിരുന്നു. ഞാൻ പ്രാർത്ഥിച്ചു, എനിക്ക് പറയണം, ശബ്ദം നീ തരണം. ശബ്ദം തന്നു. ഇത് കഴിഞ്ഞാൽ ഒരുപക്ഷെ എന്റെ ശബ്ദം പോകുമായിരിക്കും. ഇന്ന് രാത്രി എനിക്കൊരു മെസ്സേജ് കൊടുക്കാനുണ്ട്, നാളെ രാവിലെ എനിക്കൊരു മെസ്സേജ് കൊടുക്കാനുണ്ട്. ഇന്ന് പല പ്രതിസന്ധികൾ ഉണ്ടായതാണ്. എന്നാൽ ഞാൻ അതൊന്നും വകവെക്കാതെ എനിക്ക് കിട്ടിയ അവസരം ഞാൻ കർത്താവിനായിട്ട് സമർപ്പിച്ചു. പ്രിയ സഹോദരിമാരെ, പ്രാർത്ഥിക്കാത്ത, കണ്ണുനീരൊഴുക്കാത്ത ആരെങ്കിലും ഇവിടെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മളെല്ലാം കണ്ണുനീരൊഴിക്കുന്നവരാണ്. കണ്ണുനീരൊഴിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കേൾക്കുന്നവരെ കർത്താവ് മാത്രമല്ല, നമ്മുടെ വിലാപത്തെ നൃത്തമാക്കി തീർക്കുന്നു. നമുക്ക് വിലാപം തരും, നമ്മളെ കഷ്ടപ്പെടുത്തും. നമ്മുടെ വിലാപം നൃത്തമാക്കി തീർക്കാൻ ഒരു കർത്താവുണ്ട്. അതിന് കാത്തിരിക്കേണ്ടി വരും. ചിലപ്പോൾ ദീർഘനാൾ കാത്തിരിക്കേണ്ടി വരും. എന്നാലും ഒരു പ്രത്യാശ നമുക്കുണ്ട്. ഹന്നായുടെ ജീവിതത്തിൽ ദൈവം അവളുടെ പ്രാർത്ഥന കേട്ടു, അവളുടെ കണ്ണുനീർ കണ്ടു, നിന്ന് അവൾ സഹിച്ചു, മൗനമായിട്ട് അവൾ സഹിച്ചു. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ വരുന്ന പരിശോധനകൾ മൗനമായി സഹിച്ച് കർത്തപാദത്തിൽ നാം മുട്ടുകുത്തി കണ്ണുനീർ ഒഴിക്കുന്നുവെങ്കിൽ, ഹൃദയത്തെ തുറന്ന് പറയുന്നുവെങ്കിൽ, നമ്മുടെ വിലാപത്തെ നൃത്തമാക്കുന്ന ഒരു കർത്താവ്, സൈന്യങ്ങളുടെ യഹോവ നമുക്കുണ്ട്. ആ സൈന്യങ്ങളുടെ നമ്മുടെ പ്രാർത്ഥന കേൾക്കാതിരിക്കുകയില്ല.
ഞാൻ സമയം നോക്കിയില്ല. സമയം കഴിഞ്ഞെന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും ഞാൻ ഇവിടെ നിർത്തുകയാണ്. ഹന്നായുടെ ജീവിതത്തിൽ നിന്ന് നാം വളരെ പഠിച്ചിട്ടുള്ളതാണ്. ഇന്ന് ആദ്യമായിട്ട് ഞാൻ പറയാൻ പോകുന്ന ഹന്നയുടെ പാട്ട്. ആ പാട്ട് മുഴുവനും പഠിക്കേണ്ടതാണ്, പറയേണ്ടത്. അവൾ പ്രാർത്ഥിച്ചതുപോലെ തന്നെ ദൈവസന്നിധിയിൽ അവൾ സമർപ്പിച്ചു. ആ പൈതലിന്റെ മുലകുടി മാറി. അവൾ എന്ത് ബുദ്ധിപരമായിട്ടാണ് കുഞ്ഞിന് ഉടുപ്പുണ്ടാക്കി കൊടുത്തു. അവന് പ്രതികൂല സാഹചര്യത്തിലേക്കാണ് ആ കുഞ്ഞിനെ പറഞ്ഞു വിട്ടത്. ഏലിയുടെ മക്കളൊക്കെ എത്രയോ മോശമായി ജീവിച്ച ഒരു അന്തരീക്ഷത്തിൽ ആ കുഞ്ഞിനെ വിട്ടിട്ട് അവൻ ചീത്തയായി പോകാതെ അന്നയുടെ പ്രാർത്ഥന പ്രകാരം ദൈവം അവനെ കാത്തു സൂക്ഷിച്ചു. അവനെ ഇസ്രായേലിന്റെ ഒരു പ്രവാചകനായിട്ട്, ഒരു പുരോഹിതനായിട്ട്, അവൻ യാഗം കഴിക്കുന്നവനായിട്ട് അവൾ ആഗ്രഹിച്ചതുപോലെ തന്നെ ദൈവം അവൾക്ക് നൽകി. ശമൂവേലിനെ കുറിച്ച് നമുക്കറിയാം. അവൻ എത്രയോ നാള് ആദ്യത്തെ ഇസ്രായേലിന്റെ നായകനായിട്ട്, പ്രവാചകനായിട്ട്, പുരോഹിതനായിട്ടൊക്കെ പ്രവർത്തിച്ചു, നിലനിന്നു. ആ പ്രതികൂല സാഹചര്യത്തിൽ ആ പൈതൽ യഹോവയുടെ വചനം കേട്ട്, അന്ന് യഹോവയുടെ വചനം ഇല്ലായിരുന്നു. ദൈവം ശമൂവേലിൽ കൂടെയാണ് വചനം കൊടുത്തത്. പ്രിയമുള്ളവരെ, നമ്മുടെ മക്കൾക്ക് വേണ്ടി കരഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ഡോക്ടറാകാനല്ല, എഞ്ചിനീയർ ആകാനല്ല, ദൈവത്തിന്റെ മക്കളാകാൻ വേണ്ടി, ദൈവത്തിന് വേണ്ടി യാഗം അർപ്പിക്കുന്ന നസീറായിട്ട് ദൈവത്തിന് കൊടുക്കുന്ന മക്കളെ ദൈവം അനുഗ്രഹിക്കാതിരിക്കുകയില്ല. കണ്ണുനീരൊഴിച്ചാൽ നമ്മുടെ വിലാപത്തെ നൃത്തമാക്കുന്ന ഒരു കർത്താവ് നമ്മുടെ മധ്യമുണ്ട്. നാം പ്രാർത്ഥിക്കാൻ പോവുകയാണല്ലോ. ദൈവനാം മഹത്വപ്പെടുമാറാകട്ടെ. ആ വിധത്തിൽ എൻ്റെ അനുഭവത്തിൽ ഞാൻ വളരെയധികം നൃത്തം ചെയ്യത്തക്ക പോലെ തന്നെ എൻ്റെ വിലാപം അതുപോലെ വിലപിച്ച ഒരു സ്ത്രീയാണ്. അതൊന്നും പറയാൻ എനിക്ക് സമയമില്ല. എന്നാൽ ഹന്നയിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ള അവൾ പ്രതികൂല സാഹചര്യങ്ങളിലായിരുന്നു, പ്രതിസന്ധികളിൽ കൂടെ കടന്നുപോയി. മൗനമായിട്ട് അവളൊരു ശബ്ദം അവിടെ ആ വീട്ടിൽ കേൾക്കുന്നില്ല. പെനിന്നയുടെ ശബ്ദമാണ് അവിടെ ഉയർന്നുകൊണ്ടിരുന്നത്. അവളെ ആശ്വസിപ്പിക്കാൻ എൽക്കാനായ്ക്ക് സാധിച്ചു. അവളെ ആശ്വസിപ്പിക്കാൻ ദൈവത്തിന് സാധിച്ചു. സൈന്യങ്ങളുടെ ദൈവമായ യഹോവയിൽ അവൾ ആശ്രയിച്ചു. അവളുടെ പ്രാർത്ഥന ദൈവം കേട്ടു. അവൾ പാട്ടുപാടി ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മളും മൗനമായിരിക്കാതെ നമുക്ക് ലഭിക്കുന്ന നന്മകൾ ഓർത്ത് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് പാട്ടുപാടിക്കൊണ്ട്, കുഞ്ഞു പാടിയ പാട്ടുകൾ എത്ര അനുഗ്രഹിക്കപ്പെട്ട പാട്ടുകളാണ്. നമ്മുടെ ഹൃദയത്തിൽ നിന്ന് പാടി, നിൻ കൃപ മതി കർത്താവേ എന്നൊരു പാട്ട് ഞാൻ എപ്പോഴും പാടുന്നൊരു പാട്ടാണ്. നിൻ കൃപ മതി എനിക്ക് ഈ ജീവിത യാത്രയിൽ ജീവിക്കാൻ. ദൈവകൃപ ധാരാളം വേണം. ദൈവകൃപ മാത്രം ചോദിച്ചാൽ മതി. പ്രിയമുള്ളവരെ, ആ ദൈവകൃപയിൽ ആശ്രയിച്ചാൽ നമുക്ക് പാട്ടുപാടാൻ സാധിക്കും. ദുഃഖങ്ങളിൽ, കഷ്ടങ്ങളിൽ പാടുവാൻ നമുക്ക് കൃപ തരും. കണ്ണുനീരൊഴിക്കുമ്പോൾ ഹൃദയം കൊണ്ട് പാടാൻ സാധിക്കും, ഉറക്കെ പാടാനും സാധിക്കും. ദൈവാത്മാവ് നമ്മെ സഹായിക്കട്ടെ. താങ്ക് യു എൽസി ആന്റി. എൽസി ആന്റി 6:11 മെസ്സേജ് പറയാൻ തുടങ്ങി. കറക്റ്റ് സമയത്ത് എൽസി ആന്റി 25 പറഞ്ഞ് 20 മിനിറ്റ്. എൽസി ആന്റി പറഞ്ഞില്ലേ പിന്നെ ചെത്തി വെടിപ്പാക്കി ഫലം കായ്ക്കാൻ നിർത്തുമെന്ന്. പക്ഷെ വേറൊരു അതിന് വേറൊരു സൈഡ് ഉണ്ട്. നല്ലപോലെ ഫലം കായ്ക്കുന്ന വൃക്ഷം നമ്മൾക്ക് വെട്ടിക്കളയത്തില്ല. വാക്യം എനിക്ക് ആപ്റ്റാന്ന് തോന്നുന്നു.